കൊച്ചി നഗരത്തിൽ ഇന്നലെ രാത്രി പോലീസിന്റെ മിന്നൽ പരിശോധന. മറൈൻ ഡ്രൈവ്, കളമശ്ശേരി, കുസാറ്റ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേർ കുടുങ്ങി. മദ്യപിച്ച് വാഹനമോടിച്ചവരാണ് പിടിയിലായവരിൽ കൂടുതൽ പേരും. കുസാറ്റ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കുറഞ്ഞ അളവിൽ കഞ്ചാവും കണ്ടെടുത്തു. കളമശ്ശേരിയിൽ കഞ്ചാവ് പിടിച്ചതിന് പിന്നാലെയാണ് പോലീസ് വിശദമായ രീതിയിലുള്ളൊരു പരിശോധന നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രിയോടുകൂടി മിന്നൽ പരിശോധന നടത്തിയത്. മിന്നൽ പരിശോധനയിൽ കുസാറ്റ് പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും കഞ്ചാവ് കണ്ടെത്താനായി. പക്ഷേ വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞ അളവിലുള്ള കഞ്ചാവാണ് കണ്ടെത്താനായത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇയാൾ ഇത്തരത്തിൽ വിൽപ്പനയും മറ്റും നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ HMD ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ നിരവധിയായിട്ടുള്ള വാഹനം മദ്യപിച്ച് ഓടിക്കുന്ന ആളുകളെയും മറ്റുമൊക്കെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കൂടുതലായിട്ട് ലഭിച്ചിരിക്കുന്നത് ഡ്രങ്കൺ ഡ്രൈവിംഗ് ചെയ്ത കുറച്ച് ആളുകളെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമാലിറ്റിക്ക് ശേഷം അവരെ നമ്മൾ റിലീസ് ചെയ്യും. അതുകൂടാതെ സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധനകൾ വ്യാപകമായ രീതിയിൽ തുടരുകയാണ്. കഞ്ചാവ് ലഭിച്ചത് ഹോസ്റ്റൽ പരിസരത്ത് നിന്നുള്ള പരിശോധനയിലാണ്. അതൊരു ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ലഭിച്ചതാണ്. ഒരാളെയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സോഴ്സും മറ്റു കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും, അത് കണ്ടുപിടിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി എന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പിങ്ങും പോലീസ് നടത്തുന്നത്. എന്തായാലും നിലവിലിപ്പോൾ പെട്ടെന്നുള്ള ഈ മിന്നൽ പരിശോധനയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. കൂടുതലായും മദ്യപിച്ച് വാഹനമോടിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പോലീസിൻ്റെ ഈ ഒരു ഇടപെടൽ അത് ഒരുപക്ഷെ ഒരു പരിധിവരെ ലഹരിയുടെ അളവ് കുറക്കാൻ സഹായകരമാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ മിന്നൽ പരിശോധനയുമായി മുന്നോട്ട് നീങ്ങുന്നത്. ജോയിസിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.